സൂഫിസം എന്ന ഒരു സൂഫിൻ്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. ഇതിൽ സൂഫികളുടെ സരസ്സുകളിൽ ദിക്ർ എന്ന നിലയിൽ ഉരുവിടാറുള്ള വാക്യമാണ് ലാ മൗജൂദ ഇല്ലല്ലാ. ഇത് വഹദത്തുൽ വുജൂദി എന്ന പ്രമേയം അവതരിപ്പിക്കലാണ്. അള്ളാഹു അല്ലാത്തതൊന്നും ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല. കാരണം യഥാർത്ഥ ഉണ്മ എന്നാൽ നാശമില്ലാത്ത ഉണ്മയാണല്ലോ, പരാശ്രയമില്ലാത്ത ഉണ്മയാണല്ലോ. അത് അള്ളാഹുവിന് മാത്രം. ഈ അവബോധത്തെ മുദ്രാവാക്യമാക്കി തുരുതുരാ ഉരുവിടുകയാണ് റാത്തീബ് സരസ്സുകളിൽ. അപ്പോൾ റാത്തീബ് സരസ് എവിടെ ഉണ്ടായാൽ ഇവരെ പള്ളികളിൽ തന്നെ. അതിന് നേതൃത്വമാരാണ്? ഈ സഖാഫിയെ പോലത്തെ ഫൈസിമാരെ പോലത്തെ ആളുകളാണ്, നമ്മളാരും അല്ലല്ലോ. എന്നിട്ട് പറയാണ് ലാ മൗജൂദ ഇല്ലല്ലാ. ഈ വാക്യം ഉരുവിട്ടുകാണ്ട് ഓല് ചാടിക്കളിക്കും. അപ്പോൾ ഇത് ഒരിക്കലും പിന്നെ ആരെങ്കിലും വിമർശിച്ചു എന്ന് പറഞ്ഞ് സങ്കടപ്പെടല്ല വേണ്ടത്. ആ തെറ്റിനെ അവരെന്ത് ചെയ്യണം? കാര്യമായി എടുത്ത് തിരുത്തണം. ഇത് പിന്നെ ആത്മവിദ്യാ രഹസ്യങ്ങൾ കുറച്ച് പുസ്തകം വായിക്കണം. എന്തിനാ വെച്ചാൽ ഇത് വെറും വാക്കുമ്പോൾ ഒതുക്കേണ്ട സംഗതിയല്ല. ഇത് കുറച്ച് പണിയെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ഇവർ നന്നായി സമയം കണ്ടെത്തി തിരുത്തി പോകേണ്ട സംഗതി തന്നെയാണ്. ഇത് വിവർത്തനം ചെയ്തത് ഇവരുടെ മുഖ്യ ആളാണ്, സാഹിത്യ തറവാട്ടിലെ കാവലാൾ KVM പന്താവൂരാണ് വിവർത്തനം ചെയ്തത്. എന്നിട്ട് പറയാണ്, പ്രപഞ്ചമാകെ അവൻ്റെ ചൈതന്യ പ്രകടനം മാത്രം. ഈ അവസ്ഥ പ്രാപിച്ച സമ്പൂർണ്ണ മനുഷ്യരാണ് ഔലിയാക്കൾ. ഈ അർത്ഥത്തിലാണ് നമ്മുടെ റാത്തീബുകളിൽ നാം ചൊല്ലാറ് ലാ മൗജൂദ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ഹാ ഹീ ഹുവ ഹും അല്ലാ. അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല, അവനല്ലാതെ ഇലാഹില്ല. അറിഞ്ഞുകൊള്ളുക, ആണാവട്ടെ പെണ്ണാവട്ടെ ജനക്കൂട്ടമാവട്ടെ എല്ലാവരും അള്ളാഹുവിൻ്റെ ചൈതന്യമാണ്. അള്ളാഹുവിൻ്റെ സത്തക്ക് തെളിവാണെല്ലാം. ഇതാണ് ഫനായുടെ 3 ദശകൾ. ഈ ഫനായിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആണ് പെണ്ണ് ജനക്കൂട്ടമൊന്നുമില്ല, ഒക്കെ അല്ല. പിന്നെ ഇതന്നെയാണ് ഇതന്നെ വഹദത്ത് മാല വ്യാഖ്യാനം. ഇതൊന്നും സമസ്ത തള്ളാൻ പറ്റൂല. വഹദത്ത് മാല വ്യാഖ്യാനത്തിൽ എന്താ പറയണോ? മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് പിന്നെ അള്ളയാണ്. അപ്പോൾ ഷെയ്ഖു അള്ളി എന്തായി? ഒന്നായി. ഇനി ഇവരെ മുസ്തഫൽ ഫൈസി ഈ ത്രിമാന തീർത്തെന്നുള്ള പുസ്തകം എഴുതിയ എന്തിനാ? വെറും സൂഫിസം പഠിപ്പിക്കാനാണ്. വെറും സൂഫിസം എല്ലാത്തിലുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം പിന്നെ ഇത് സംസാരിച്ചത് അള്ളയാണ്. മൂസാ നബിൻ്റെയും അള്ളാൻ്റെയും ഒന്നാക്കി മാറ്റി. ജുബയിലുള്ളതും അല്ല, ജുബക്കകത്തുള്ളതും അല്ല, ഞാനും അല്ല, എന്തൊക്കെ ഇതിലുള്ളത് വരും. അപ്പോൾ ഇത്തരം പിന്നെ ഈ കേടായ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഈ തസവുഫിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർക്ക് തിരിച്ചടിയായെന്ന് ഉറപ്പാണ്.